നമുക്ക് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പൗരത്വം. ഓക്കെ, എന്താണ് പൗരൻ? ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാജ്യത്തിലെ പൗരൻ എന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു രാജ്യത്തിലെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാജ്യത്തിലെ പൗരൻ എന്ന് പറയാം. ആരാ പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ആരാ പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ഒരു നല്ല പൗരൻ രാഷ്ട്രത്തെ നന്നാക്കുമെന്നും ഒരു മോശം പൗരൻ രാഷ്ട്രത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ ശിഥിലമാക്കുമെന്നും പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. ഇത് രണ്ട് പറഞ്ഞതും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിൽ. ഇന്ത്യൻ പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്ന്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. ഇന്ത്യയിൽ എങ്ങനെയുള്ള പൗരത്വമാണ്? ഏക പൗരത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഏക പൗരത്വമാണ് അല്ലെ. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 2. ഒന്നിലേതാ? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. യൂണിയനും യൂണിയന്റെ ഭൂപ്രദേശങ്ങളും. 2 എന്ത് പറയുന്ന? പൗരത്വം. 3 എന്ത് പറയുന്നു? മൗലിക അവകാശങ്ങൾ. അപ്പൊ ഭാഗം 2 എന്തിനെ കുറിച്ച് പറയുന്ന? പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? 5 മുതൽ 11 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? പൗരത്വം. നോക്കിയോ, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 6 മുതൽ 11 വരെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? ശരിയാണ്. ഇനി ആർട്ടിക്കിൾ 6 മുതൽ എന്ന് വെച്ചാൽ 7 മുതൽ 11 വരെ കുറിച്ച് പറഞ്ഞാലും 10 മുതൽ 11 വരെ കുറിച്ച് പറഞ്ഞാൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. എത്ര മുതൽ എത്ര വരെ? 5 മുതൽ 11 വരെ പൗരത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. ഓക്കേണാ? ഇനി പൗരത്വം ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ. കേന്ദ്ര സർക്കാരിന് നിയമം വഴി മാറ്റാൻ പറ്റുന്നതാണ് ഏത്? യൂണിയൻ ലിസ്റ്റ് അല്ലേ. അപ്പൊ പൗരത്വം ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റിൽ പറയുന്നു. ആർട്ടിക്കിൾ പറഞ്ഞു 5 മുതൽ 11 വരെ. 5 എന്താണെന്ന് നോക്കാം. 5 പറയുന്ന ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വത്തെ കുറിച്ചാണ്. എന്ത് പറയുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വത്തെ കുറിച്ച്. ഒന്നുകൂടെ പറ. ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വം. അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ആരൊക്കെയാണ് പൗരന്മാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിയെയും ഇന്ത്യൻ പൗരനെന്ന് പറയാം. പക്ഷെ ഒരു കണ്ടീഷൻസ് പറയണം. ഒന്ന് ചെയ്യണം, ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിരിക്കണം, അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവരായിരിക്കണം. ഓക്കെ, അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉള്ള പൗരത്വത്തെ കുറിച്ചാണ് ഏതിൽ പറയുന്ന? 5 പറയുന്ന. കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്നേ ഇന്ത്യയിൽ ജനിച്ചിരിക്കണം, മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം, അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവര് ആയിരിക്കണം. ഓക്കേണാ? 6 പോവാം. 6 എന്ത് പറയുന്നു? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ പൗരത്വത്തെ കുറിച്ചാണ് 6 പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ പൗരത്വത്തെ കുറിച്ചാണ് 6 പറയുന്നത്. അവിടെ ഒരു ഡേറ്റ് കൂടെ നമ്മൾ പഠിക്കണം കേട്ടോ. 1948 ജൂലൈ 19. ഡേറ്റ് പറ. 1948 ജൂലൈ 19. ഒന്നുകൂടെ പറ. 1948 ജൂലൈ 19. 1948 ജൂലൈ 19 മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന് താമസമാക്കിയവരെല്ലാവരും എന്തേലും ഇന്ത്യൻ പൗരന്മാര് ആയിരിക്കണം. ഇനി 1948 ജൂലൈ 19 ശേഷം രജിസ്റ്റർ ചെയ്യുകയും അപേക്ഷിച്ച സമയം മുതൽ ഏറ്റവും കുറഞ്ഞത് 6 മാസക്കാലം സ്ഥിരതാമസമാക്കിയവർക്ക് എന്ത് കിട്ടും? പൗരത്വം കിട്ടും. അപ്പൊ കട്ട് ഓഫ് ഡേറ്റ് പറ. 1948 ജൂലൈ 19 മുമ്പ് ഇന്ത്യയിൽ കുടിയേറി പാർത്ത പാകിസ്ഥാൻകാർക്കൊക്കെ എല്ലാം എന്ത് കിട്ടും? പൗരത്വം കിട്ടും അല്ലെ. ഇനി 19 ശേഷമാണ് ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നത്. അവർ ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എത്ര മാസം ഇവിടെ കുറഞ്ഞത്? 6 മാസം സ്ഥിരതാമസമാക്കിയാൽ അവർക്ക് എന്ത് കിട്ടും? പൗരത്വം കിട്ടും. ഇത് ഏത് കണ്ടീഷനാണ് പറയുന്ന? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 5 എന്ത് പറയുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 6 എന്ത് പറയുന്നു? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവരുടെ പൗരത്വത്തെ കുറിച്ച്. കട്ട് ഓഫ് ഡേറ്റ് പറ. 1948 ജൂലൈ 19 മുമ്പ് വന്നവര് ഇന്ത്യൻ പൗരത്വം ആരായിരിക്കും. ഇതിന് ശേഷം വന്നാലാണെങ്കിലോ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം, 6 മാസം സ്ഥിരതാമസമായിരിക്കണം. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് പരിശോധിച്ച് എന്ത് ചെയ്യും? പൗരത്വം കൊടുക്കും. ആർട്ടിക്കിൾ 7
6 പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നവരുടെ പൗരത്വം. 7 പാകിസ്ഥാനിലോട്ട് പോയി. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയവരുടെ പൗരത്വം. ഇവിടെ പറയുന്നു 1947 മാർച്ച് 1 ശേഷം പോയവര് ഇന്ത്യൻ പൗരന്മാര് ആയിരിക്കില്ല. ഓക്കെ, 1947 മാർച്ച് 1 ശേഷം എവിടെ പോയി? പാകിസ്ഥാനിലേക്ക് പോയി. അവരാരും എന്തല്ല ഇന്ത്യൻ പൗരന്മാർ. എന്നാൽ ഇവർ നേരത്തെ ഡേറ്റ് പറഞ്ഞില്ലേ, 1948 ജൂലൈ 19 തിരിച്ച് ഇവിടെ വന്ന് താമസമാക്കിയവർക്ക് എന്ത് ചെയ്യും? പൗരത്വം കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കേടാ, നമ്മൾ ഇവിടെ നിന്ന് പാകിസ്ഥാനിലോട്ട് പോയി. 1947 മാർച്ച് 1 ശേഷം എവിടെ പോയി? പാകിസ്ഥാനിൽ പോയി. അവിടെ പോയി താമസിച്ച് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു വരണമെന്ന് തോന്നി. 1948 ജൂലൈ 19 എവിടെ വന്ന് താമസമാക്കി? ഇന്ത്യയിൽ വന്ന് താമസമാക്കി. അവർക്ക് എന്ത് ചെയ്യാം? പൗരത്വത്തിന് അപേക്ഷിക്കാം. കൊടുക്കാന്നല്ല, എല്ലാത്തിനും അപേക്ഷിക്കാം കേട്ടോ. കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ള ആ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 5 നിലവിൽ വരുമ്പോഴുള്ള പൗരത്വം. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ പൗരത്വം. ആർട്ടിക്കിൾ 7 ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയവരുടെ പൗരത്വം. ആർട്ടിക്കിൾ 6 പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് പറ. 1948 ജൂലൈ 19. ആർട്ടിക്കിൾ 7 പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് 1947 മാർച്ച് 1 ശേഷം പോയവരാരും ഇന്ത്യൻ പൗരന്മാരല്ല. എന്നാൽ എന്ന് തിരിച്ചു വരണം? 48 ജൂലൈ 19 മുമ്പ് തിരിച്ചു വന്നവരായിരിക്കാം. ഓക്കെ, അത് ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയവരുടെ പൗരത്വത്തെ കുറിച്ചാണ്. അതായത് ഒരു ഇന്ത്യയിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് പോയാണ് എന്ത് ചെയ്യുന്ന താമസിക്കുന്നത്. അവരുടെ പൗരത്വത്തെ കുറിച്ചാണ് എന്ത് പറയുന്ന ആർട്ടിക്കിൾ 8 പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ തന്നെ വന്നിട്ടുണ്ട്. വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച കമ്മീഷനാണ് എൽ.എൻ. സിംഗ്വി കമ്മീഷൻ. ഏതാണ്? എൽ.എൻ. സിംഗ്വി കമ്മീഷൻ. ഈ കമ്മീഷന്റെ സുപ്രധാനമായ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇരട്ട പൗരത്വം അനുവദിക്കാന്ന്. ഇന്ത്യയില് ഇരട്ട പൗരത്വം അനുവദിക്കാം എന്ന ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ എൽ.എൻ. സിംഗ്വി കമ്മീഷൻ. ഈ ഇരട്ട പൗരത്വം എന്ന് വെച്ചാൽ എന്താ? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിൽ ഇരട്ട പൗരത്വമാണ്. അമേരിക്കയിൽ ഇരട്ട പൗരത്വമാണ്. അവിടെ അമേരിക്കയുടെ പൗരത്വമുണ്ട്, അവരൊരു സ്റ്റേറ്റിന്റെ പൗരത്വമുണ്ട്. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിന്റെ പൗരത്വമുണ്ട്. അതാണ് ഇരട്ട പൗരത്വം. നമ്മൾ കേൾക്കുമ്പോൾ എന്താ? 2 രാജ്യങ്ങളിലെ പൗരത്വം. അതല്ല. ഓക്കെ, ശരി. ഈ എൽ.എൻ. സിംഗ്വി കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് 2002 കേട്ടോ. 2002. അപ്പൊ എൽ.എൻ. സിംഗ്വി കമ്മീഷൻ ചോദ്യം എന്തായിരിക്കും? വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ച കമ്മീഷനാണ് എൽ.എൻ. സിംഗ്വി കമ്മീഷൻ. ആർട്ടിക്കിൾ 8 എന്ത് പറയുന്നു? ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയവരുടെ പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 9 അതായത് ഇന്ത്യൻ പൗരനായ ഒരാൾ വിദേശത്ത് പോയി, ഇനി അവിടെ വിദേശത്ത് പോയി നിന്നിട്ട് അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? അപ്പോഴുള്ള പൗരത്വത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഏക പൗരത്വം എന്ന് പറഞ്ഞു, വേറൊരു സ്ഥലത്ത് പോയി വേറൊരു പൗരത്വം എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ പൗരത്വം റദ്ദാക്കപ്പെടും. അതാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. ഇന്ത്യൻ പൗരനായ ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി പൗരത്വം സ്വീകരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു എന്നാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 7 നിന്ന് പാകിസ്ഥാനിലോട്ട് പോയി. ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയവരുടെ പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 9 ഇന്ത്യയിലുള്ള ഒരാൾ വിദേശത്തെ പൗരത്വം സ്വീകരിക്കുമ്പോൾ അല്ലെ. ആർട്ടിക്കിൾ 10 ഇതിൽ പറയുന്നത് ഇനി പൗരത്വ വ്യവസ്ഥകൾ എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ, പൗരത്വ വ്യവസ്ഥകൾ എന്തായാലും ആയിക്കോട്ടെ. പൗരത്വം റദ്ദു ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 10. പൗരത്വ വ്യവസ്ഥകൾ എന്തായാലും തന്നെ പൗരത്വം റദ്ദ് ചെയ്യുന്നതിന് ആർക്ക് അധികാരമുണ്ട്? കേന്ദ്രത്തിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 10. ഇവിടെ ഒരു ക്ലോസ് ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഈ 2 രീതിയിൽ നേടിയ പൗരത്വം മാത്രമേ ആർക്ക് റദ്ദാക്കാൻ പറ്റുള്ളൂ? കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ പറ്റുള്ളൂ. ഏതിലൂടെയൊക്കെ? രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും. അതായത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ബൈ ബർത്ത് ഉണ്ട് കേട്ടോ. ആ ഒരു പൗരത്വം ആർക്ക് റദ്ദാക്കാനുള്ള അധികാരമില്ല? പാർലമെന്റിന് റദ്ദാക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 11 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 11. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർലമെന്റിന് നിയമ നിർമ്മാണം നടത്താൻ അധികാരം കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 11. 10 എന്താ പറയുന്നേ? പൗരത്വം റദ്ദ് ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം.
ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു നോക്കാം. ആർട്ടിക്കിൾ 5 ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വം. ആർട്ടിക്കിൾ 7 ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയവരുടെ പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 8 ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരുടെ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് അല്ലെ. ആർട്ടിക്കിൾ 9 ഇന്ത്യൻ പൗരനായ ഒരാള് വേറൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുമ്പോഴുള്ള പൗരത്വത്തെ കുറിച്ച്. ആർട്ടിക്കിൾ 10 പൗരത്വ വ്യവസ്ഥകൾ എന്തോ ആയിക്കൊള്ളട്ടെ പൗരത്വം റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 11 ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ എന്ന അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. ഓക്കെ, ഇനി പൗരത്വവുമായി ബന്ധപ്പെട്ട നമ്മൾ പൗരത്വ ഭരണഘടനയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, പുതിയ കാര്യങ്ങൾ ചേർക്കാനും പഴയ കാര്യങ്ങൾ ചിലതൊക്കെ മാറ്റം വരുത്താനൊക്കെ കാണും കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൗരത്വ നിയമം വരുന്ന വർഷം പ്രീവിയസ് ആണ് 1955. ഇന്ത്യയിൽ ഒരു പൗരത്വ നിയമം ആദ്യമായി വരുന്നത് 1955. ആ രീതിയിലാണ് പിന്നീട് നമ്മൾ എന്ത് പഠിക്കുന്ന പൗരത്വം നേടാനുള്ള വഴികളും പൗരത്വം നഷ്ടപ്പെടാനുള്ള വഴികളൊക്കെ. ഇതൊന്നും ഭരണഘടനയിലല്ല പറഞ്ഞിരിക്കുന്നത്, ഏതിലാണ്? പൗരത്വ നിയമത്തിലാണ്. ഓക്കെ, ഇനി ആ 55 പൗരത്വ നിയമപ്രകാരം പൗരത്വം എത്ര രീതിയിൽ നേടാന്ന് വെച്ചാൽ 5 രീതിയിൽ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. ഇന്ത്യൻ പൗരത്വം 5 രീതിയിൽ നേടാം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഒന്ന്, ജന്മസിദ്ധമായ പൗരത്വം. നമ്മളിവിടെ ജനിച്ചു, നമ്മൾ എന്തായിരിക്കും? ഇവിടുത്തെ പൗരനായിരിക്കും. ജന്മസിദ്ധമായ പൗരത്വം. 2, പിന്തുടർച്ചയുള്ള പൗരത്വം, ബൈ ഡിസെന്റ്. ബൈ ബർത്ത് കഴിഞ്ഞിട്ട് ബൈ ഡിസെന്റ്, അതായത് പിന്തുടർച്ച വഴിയുള്ള നമ്മുടെ അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനായിരുന്നാൽ ആ പിന്തുടർച്ച വഴി എന്ത് ചെയ്യും? നമുക്ക് പൗരത്വം കിട്ടും. 3, രജിസ്ട്രേഷൻ മുഖേന നമുക്ക് ഇന്ത്യയിൽ വരാൻ കുറച്ച് നാൾ താമസിക്കാം, ഇത്ര നാൾ താമസിച്ചു എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക? അപേക്ഷ കൊടുക്കാം. രജിസ്ട്രേഷൻ മുഖേന എന്ത് കിട്ടും? പൗരത്വം കിട്ടും. പിന്നെ ചിരകാലവാസം, കുറച്ച് നാൾ ഇന്ത്യയിൽ താമസിച്ചു, ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ട് എന്ത് ചെയ്യും? ഇന്ത്യ ഗവൺമെന്റ് പൗരത്വം കൊടുക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മദർ തെരേസയ്ക്ക് കൊടുത്തില്ലേ, ലാറി ബേക്കറിനൊക്കെ കൊടുത്തില്ലേ, ഇത് ചിരകാലവാസം മുഖേനയാണ് എന്ത് ചെയ്ത? അതായത് ബൈ നാച്ചുറലൈസേഷൻ, ചിരകാലവാസ മുഖേന പൗരത്വം. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയൊക്കെ പൗരത്വം കിട്ടും? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാലവാസ മുഖേനയുള്ള പ്രദേശം, പിന്നെ പ്രാദേശിക സംയോജനം. അതായത് ഇന്ത്യ അടുത്തുള്ള ഒരു അയൽ രാജ്യത്തെ ആക്രമിച്ചു, ആ ഭാഗം ഇന്ത്യയുടേതായി തീർന്നു. അപ്പോൾ അവിടെയുള്ള പൗരന്മാരൊക്കെ എന്തായിരിക്കും? ഇന്ത്യ അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും? കൊടുക്കും. അങ്ങനെയും കൊടുക്കും അല്ലേ. അങ്ങനെയാണ് പ്രാദേശിക സംയോജനം, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ 5 രീതിയിൽ പൗരത്വം കിട്ടും അല്ലേ, നേടാം. ഏതൊക്കെയാണ്? ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാലവാസം, പ്രാദേശിക സംയോജനം. ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഒന്നുകൂടെ പറ. ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പൊ 5 രീതിയിൽ പൗരത്വം നേടാം. ഇനി എത്ര രീതിയിൽ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും? 3 രീതിയിൽ നഷ്ടപ്പെടും. ഓക്കെ, ഒന്ന് പരിത്യാഗം. പരിത്യാഗം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുകയാണ്, എനിക്ക് ഇന്ത്യയുടെ പൗരത്വം വേണ്ട. അങ്ങനെ എന്ത് ചെയ്യാം? പരിത്യാഗം ചെയ്യാം. 2, നിർത്തലാക്കൽ. പൗരത്വം എന്ത് ചെയ്യുന്നു? നിർത്തലാക്കുന്നു. അതായത് നമ്മൾ ഇവിടെ നിന്ന് പോയി ബ്രിട്ടന്റെ പൗരത്വം എടുത്തു, അപ്പൊ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും? നിർത്തലാക്കും. അതാണ് നിർത്തലാക്കൽ, ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി പൗരത്വ അപഹരണം. ഓക്കെ, പൗരത്വ അപഹരണം, ഡിപ്രിവേഷൻ. ഓക്കെ, ഡിപ്രിവേഷൻ എന്ന് പറയും പൗരത്വ അപഹരണം. അതായത് നമ്മൾ ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു. ഓക്കെ, ഇനി നോക്കി, നമ്മളൊരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു, നമ്മുടെ പൗരത്വം എന്ത് ചെയ്യാം? സർക്കാരിനെ അപഹരിക്കാം, പൗരത്വം അപഹരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം? പൗരത്വം നഷ്ടപ്പെടുക. ഏതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഏതൊക്കെയാണ്? ഇംഗ്ലീഷിൽ പറ. ബൈ റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. ഏതൊക്കെയാണ്? റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. ഒന്നുകൂടെ പറ. റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. അപ്പൊ എത്ര രീതിയിൽ പൗരത്വം കിട്ടും?
5. എത്ര രീതി നഷ്ടപ്പെടും? 3. ഇനി പൗരത്വവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കിടന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതിയാവും. ശരി. പൗരത്വം ഏറ്റെടുക്കുന്നതിനും അവസാനിപ്പിക്കുന്നതിനും പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി എന്ത് ചെയ്യും? മതിയാകും. ക്ലിയർ ആണോ? അടുത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളാണ് 15, 16, 19, 29, 30. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. 15, 16, 19, 29, 30. ഇതിൽ 29, 30 അറിയാലോ. എന്താ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അത് പുറത്തുള്ള ഒരാളിന് കിട്ടുമോ? ഇല്ല, ഇന്ത്യക്കാർക്ക് മാത്രമേ കിട്ടൂ. ഈ 19 പറയുന്നത് 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് അല്ലേ. നമുക്ക് സമാധാനപരമായി സംഘടിക്കാനും ജോലി ചെയ്യാനും സംഘടന രൂപീകരിക്കാനും ഇങ്ങനെയുള്ള 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഇന്ത്യൻ പൗരന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കിട്ടത്തുള്ളൂ. പിന്നെ 15, 16. 15 എന്ത് പറയുന്നു? വിവേചനം അല്ലേ. ഏതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ? മതം, ജാതി, ഭാഷ, ലിംഗം, ജന്മസ്ഥലം അല്ലേ. അപ്പൊ ഈ ജന്മസ്ഥലത്തിന്റെ അർത്ഥത്തിൽ ആർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ? ഇന്ത്യക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ സ്വാതന്ത്ര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പൊ 15, 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം അല്ലെ. ഇന്ത്യൻ ഗവൺമെന്റിന് നടത്തുന്ന ഒരു പരീക്ഷയിൽ പുറത്തുള്ള ഒരു പൗരന് ഒന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 15, 16, 19, 29, 30 ഇതെന്താ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഇന്ത്യൻ പൗരന് മാത്രമേ എന്ത് ലഭിക്കുള്ളൂ. ഏതൊക്കെയാണ്? 15, 16, 19, 29, 30. ഓക്കെ, 1-2 സെന്റൻസ് കൂടെ പറയാം, ശരിയാണോ നോക്കിയോ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനവും. വിദേശിയൊക്കെ കിട്ടുമോ? ഇല്ല. വിദേശിയൊക്കെ ഒന്ന് അഭിപ്രായം പറയാൻ പറ്റുമോ? അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുമോ? ഇല്ല. ഇന്ത്യൻ പൗരന് മാത്രമേ അധികാരമുള്ളൂ. നമ്മൾ 19 പറഞ്ഞ കാര്യമാണ് ആർട്ടിക്കിൾ. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക്. വിദേശി ഒന്ന് ആയുധങ്ങളില്ലാതെ ഒരിടത്ത് ഒത്തുകൂടാൻ പറ്റും? ഇന്ത്യയിൽ ഒന്നും പറ്റത്തില്ല. നിയമത്തിന് മുന്നിലുള്ള സമത്വം എല്ലാവർക്കും ഉണ്ട് അല്ലേ. അത് ഇന്ത്യക്കാരനും കൊടുക്കണം, വിദേശി. ഇന്ത്യക്കാരൊരു ഇവിടെ വന്ന് ഒരു കൊലപാതകം ചെയ്താലും വിദേശി വന്ന് ചെയ്താലും ഒരേ തരത്തിൽ എന്ത് ചെയ്യും? ശിക്ഷ പരിഗണിക്കുക എന്നാണ് പറയുന്നത്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റ് അതിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചു. ഇത് പരീക്ഷയ്ക്ക് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റ് അതിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചു. ശരിയാണ്. എന്താണ്? ശരിയാണ്. പാർലമെന്റ് അതിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച്. ഏതുമായി ബന്ധപ്പെട്ട്? 7ാം ഷെഡ്യൂൾ പ്രകാരം കേട്ടോ. 7ാം ഷെഡ്യൂൾ പ്രകാരം പ്രത്യേക അധികാരം എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ശരിയായ കാര്യമാണ്. അടുത്ത് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലകൾക്ക് പൗരത്വ വ്യവസ്ഥകൾ ബാധകമല്ല. ശരിയാണ് കേട്ടോ. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ കുറച്ച് സ്റ്റേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര. ഒന്നുകൂടെ പറ. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര. ഇവിടത്തെ ഗോത്ര മേഖലയാണ് കേട്ടോ. ഗോത്ര മേഖലയിലെ പൗരത്വ വ്യവസ്ഥകൾ ഗോത്രമേഖലയിലെ പൗരത്വ വ്യവസ്ഥകൾ എന്തില്ല? ബാധകം അല്ല. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ശരിയാണ്, നമുക്കറിയാന്നുള്ള കാര്യം. വിസ വേണ്ട. ഇനി അടുത്ത് 1955 ആദ്യ പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകപ്പെട്ടിരുന്നു. ഉണ്ടായിരുന്നു കേട്ടോ. 1955 പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകും. കോമൺവെൽത്ത് എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടനും അതിൻ്റെ കോളനികളായിരുന്ന രാജ്യങ്ങളെയാണ് കോമൺവെൽത്ത്. നമ്മളെ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം ബ്രിട്ടനും അതിൻ്റെ കോളനികളായിരുന്ന രാജ്യങ്ങളുടെയും ഒരു സംഘടനയാണ് ഏത്? കോമൺവെൽത്ത് കേട്ടോ. അങ്ങനെയുള്ള പൗരത്വം കൊടുക്കപ്പെട്ടിരുന്നു. 2003 ഒരു ഭേദഗതി വന്നു. അതുപ്രകാരമാണ് ഈ കോമൺവെൽത്ത് പൗരത്വം റദ്ദാക്കിയത്. 2003 ഭേദഗതി പ്രകാരമാണ് കോമൺവെൽത്ത് പൗരത്വം റദ്ദാക്കപ്പെട്ടത്. നോക്കിയോ, ഒരു ഇന്ത്യൻ പൗരന് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം. ശരിയാണോ? ശരി. വിദേശിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോക്കിയോ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇതൊക്കെ ഇന്ത്യൻ പൗരന് മാത്രമേ വഹിക്കാൻ പറ്റുള്ളൂ.
ശരിയാണ് അല്ലേ? വേറെ ആൾക്കൊന്ന് അറ്റോർണി ജനറൽ ആവാൻ പറ്റുമോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാൻ പറ്റുമോ? സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുമോ? ഇല്ല. പ്രസിഡന്റ് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ പൗരന് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ എന്നിവയിലൂടെ നേടിയ പൗരത്വം മാത്രമേ കേന്ദ്ര സർക്കാരിന് റദ്ദ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര രീതിയിൽ പൗരത്വം നേടാം? 5 രീതി. അതിൽ രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ ഇവയിലൂടെ നേടിയ പൗരത്വം മാത്രമേ ആർക്ക് റദ്ദ് ചെയ്യാൻ പറ്റൂ? കേന്ദ്ര സർക്കാരിന് അല്ലേ? ഈ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങൾ പൗരത്വം റദ്ദ് ചെയ്യപ്പെടാൻ പാടില്ല. ശരിയല്ലേ? യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങൾ പൗരത്വം റദ്ദ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റദ്ദ് ചെയ്യാൻ ആകില്ല. ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടെയാണ് പറയുന്നത്, പെട്ടെന്ന് തീർക്കാം. നോക്കിയോ, പൗരത്വ നിയമ ഭേദഗതി 2019. പൗരത്വ നിയമ ഭേദഗതി 2019. നമുക്കറിയാല്ലേ, ഇന്ത്യയിൽ ഒരുപാട് കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഒരു നിയമ ഭേദഗതിയാണ് ഏത്? പൗരത്വ നിയമ ഭേദഗതി. ഇത് നിലവിൽ വന്ന എന്നൊന്ന് പഠിക്കണം. 19 ഭേദഗതി വന്നെങ്കിൽ 20 ജനുവരി 10 2020 ജനുവരി 10 ഏത് നിലവിൽ വന്നത് അല്ലേ? ഈ പൗരത്വ നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. അത് നമുക്കറിയാം. പൗരത്വ നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ. പൗരത്വ നിയമത്തെ എതിർത്ത് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അറിയാം, കേരളം അല്ലേ? എതിർത്ത് പ്രമേയം പാസ്സാക്കിയത് കേരളം. എന്നാൽ പൗരത്വ നിയമത്തെ എതിർത്ത് പ്രമേയം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പറഞ്ഞോ, ശരി തന്നെ, പുതുച്ചേരി. ഏതാണ്? പുതുച്ചേരി. ഓക്കെ. ഇനി എന്താണ് പൗരത്വ നിയമത്തിൽ പറയുന്നതെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഏതൊക്കെ രാജ്യം? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ രാജ്യത്ത് നിന്നും അനധികൃത കുടിയേറ്റക്കാരായി, അതായത് രേഖകളൊന്നും ഇല്ലാതെ 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് ഏത്? 2019 പൗരത്വ നിയമം. ക്ലിയർ ആണല്ലോ? ഏതൊക്കെ ജനവിഭാഗങ്ങൾ? മുസ്ലിം ഇല്ലാതെ പറഞ്ഞാൽ മതി. മുസ്ലിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടായത് അല്ലേ? മുസ്ലിം ഇല്ലാതെ പറഞ്ഞ ഓക്കെ. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ വിഭാഗം. 6 ആയി. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവർ അല്ലേ? ഏത് രാജ്യങ്ങളിൽ നിന്ന്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഏതിനു മുമ്പ് വരണം? 2014 ഡിസംബർ 31. അവസാന ദിവസം കേട്ടോ. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ വന്നായിരിക്കണം. ഇത് പാസ്സാക്കിയത് നിലവിൽ വന്നത് എന്നാ? 2020 ജനുവരി 10. ഓക്കെ. ഇത് പ്രകാരം പൗരത്വ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏതാണ്? പൗരത്വ പട്ടിക. ഈ നിയമപ്രകാരം പൗരത്വ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. അടുത്തതിൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട് 2 ചെറിയ കാര്യങ്ങൾ. ഒന്ന് PIO കാർഡാണ് കേട്ടോ. PIO കാർഡ് ഫുൾ നെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. ഒന്നുകൂടെ പറ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. ഒന്നുകൂടെ പറ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. ഇത് 2002 പ്രാബല്യത്തിൽ വന്നത്. ഏത് വർഷം? 2002. അതായത് PIO കാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് വിസ ഇല്ലാതെ ഇന്ത്യയിൽ വന്ന് സ്കൂളിലും കോളേജിലും അഡ്മിഷൻ നേടുന്നതിനും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിനും എന്ത് ചെയ്യും? സാധിക്കും. സർക്കാർ ജോലിയല്ല, ഇന്ത്യയിൽ അല്ലാതെ ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സ്കൂളിലും കോളേജിലും അഡ്മിഷൻ നേടുന്നതിനും വിസ ഇല്ലാതെ ഇന്ത്യയിൽ വരുന്നതിനും എന്ത് ചെയ്യും? സാധിക്കും. ഏത് കാർഡ് ഉണ്ടെങ്കിൽ? PIO കാർഡ്. ഫുൾ നെയിം പറ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. ഈ കാർഡ് പിന്നീട് 2015 ആയപ്പോൾ OCI എന്നും പറഞ്ഞൊരു കാർഡുണ്ട്. OCI കാർഡിൽ എന്ത് ചെയ്യും? ലയിക്കും. 2 കാർഡിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ 2015 OCI കാർഡിൽ ലയിച്ചു. എന്നാൽ ഈ OCI കാർഡ് 2006 വന്നതാണ്. 2006 OCI കാർഡ് വരുമ്പോൾ ഇത് PIO കാർഡ് എന്തുണ്ട്? ഉണ്ട്. പിന്നീട് 2015 ആകുമ്പോൾ PIO കാർഡ് ഏതിൽ വരും? OCI കാർഡിൽ ലയിക്കും. ഈ OCI കാർഡിന്റെ ഫുൾ നെയിം ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. എന്താണ്? ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. ഒന്നുകൂടെ പറ. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. ആരംഭിച്ചത് ഏത് വർഷം എന്ന് പറഞ്ഞാൽ 2006. 16 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് OCI കാർഡ് നൽകുന്നത്. എത്ര രാജ്യങ്ങളിലെ? 16 രാജ്യങ്ങൾ. ഏതൊക്കെ രാജ്യം ഇല്ലെന്ന് നോക്കിയോ? പാകിസ്ഥാനും ബംഗ്ലാദേശിലെയും കേട്ടോ. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പൗരന്മാർ ഒഴികെ 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്കും ഇപ്പോൾ വിദേശത്തുള്ളവർക്കും OCI കാർഡ് ലഭിക്കും. പാകിസ്ഥാൻ, ബംഗ്ലാദേശും
ഒഴിച്ചിട്ട് 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്കും ഇപ്പോൾ വിദേശത്തുള്ളവർക്കും OCA കാർഡ് എന്ത് ചെയ്യും? ലഭിക്കും. OCA കാർഡ് ഉള്ളവർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ വിസ ആവശ്യമുണ്ടോ? ഇല്ല, അതിലും വിസ ആവശ്യമില്ല. ആജീവനാന്ത വിസയാണ് ലഭിക്കുന്നത്. ഏത് കാർഡിലൂടെ? OCA കാർഡ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. OCA കാർഡിന് രാഷ്ട്രീയപരമായ ഒരു അവകാശവും ഇല്ല. ശരിയാണ് കേട്ടോ. OCA കാർഡിന് രാഷ്ട്രീയപരമായ എന്തില്ല? ഒരു അവകാശവും ഇല്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന അവസര സമത്വം ഇവർക്ക് ലഭിക്കും. തെറ്റാണ്. അവസര സമത്വം ആർട്ടിക്കിൾ 16 പറയുന്ന പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഇവർക്ക് എന്ത് ചെയ്യില്ല? ലഭിക്കൂല. OCA കാർഡ് ഉണ്ടെങ്കിലും ഇവർക്ക് വിസ ആവശ്യമില്ലെങ്കിലും ഇന്ത്യയിലൊന്ന് ജോലി ചെയ്യാൻ, പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യില്ല? പൊതുനിയമനങ്ങളിലെ അവസര സമത്വം എന്ത് ചെയ്യില്ല? ലഭിക്കില്ല. ഓക്കെയാണോ? അടുത്ത് 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്താണ് ഈ ആശയത്തെ രൂപീകരിച്ചത്. OCA കാർഡ് എന്നുള്ള ആശയം. ശരിയാണ്. ഓക്കെ, OCA കാർഡ് വഴി മറ്റ് ഇന്ത്യൻ വംശജർക്ക് അവരുടെ സമ്പാദ്യം ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാൻ സാധിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പൈസ എവിടെ ചെലവഴിക്കാം? ഇന്ത്യയിലാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ചു, പഠിച്ചു, വിദേശത്ത് പഠിച്ചു, അവിടെ ജോലി കിട്ടി, അല്ലേ? നമ്മൾ കുറച്ച് പൈസയൊക്കെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സിലോട്ടൊക്കെ തുടങ്ങണം. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം കാണും. എന്ത്? ജനിച്ച സ്ഥലത്ത് വന്ന് എന്ത് ചെയ്യുക? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു നമുക്കൊരു ഇത് കാണൂലേ, ഒരു ഇഷ്ടം കാണൂലേ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്ന വിദേശത്തുള്ള ഇന്ത്യക്കാരുടെയൊക്കെ പൈസ മൂലധനം എവിടെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ കേന്ദ്രീകരിക്കുന്ന എന്നൊരു ആശയം കൂടി ഏതിനുണ്ട്? OCA കാർഡ്. OCA കാർഡിന്റെ ഫുൾ നെയിം പറ. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. PIO കാർഡ് മറന്നുപോയാ? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. എന്താണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ്. പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നത് 2020 ജനുവരി 10. ഏത് രാജ്യങ്ങളിലെ പൗരന്മാർ ഒഴികെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പൗരന്മാർക്ക് ഒഴികെ, അല്ലേ? 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ വന്ന ഏതൊക്കെ വിഭാഗം? ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ. 6 വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയില് പൗരത്വം കൊടുക്കാം. ആർട്ടിക്കിൾ 5 നിലവിലുള്ള പൗരത്വം. ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ പൗരത്വം. തിരിഞ്ഞു പോലെ കേട്ടോ. ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവർക്ക് നമ്മൾ ആദ്യം പരിഗണന കൊടുക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവർക്ക് ആദ്യം പരിഗണന. അപ്പോൾ ആർട്ടിക്കിൾ 6 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക്. ആർട്ടിക്കിൾ 7 ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകാം. ആർട്ടിക്കിൾ 8 വിദേശത്തുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ പൗരത്വത്തെക്കുറിച്ച്, അല്ലേ? ആർട്ടിക്കിൾ 9 ഒരു പൗരൻ പുറത്തുപോയി മറ്റൊരു രാജ്യത്തെ പൗരൻ സ്വീകരിക്കുമ്പോഴുള്ള പൗരത്വ വ്യവസ്ഥകളെ കുറിച്ച്, അല്ലേ? ആർട്ടിക്കിൾ 10 കേന്ദ്ര ഗവൺമെന്റിന് പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരം കൊടുക്കണം. ആർട്ടിക്കിൾ 11 പാർലമെന്റിന് പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താം എന്നുള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ. ക്ലിയർ ആണോ? ഇത് ഇത്രയും ഓക്കെയാണ്, അല്ലേ? ശരി, അടുത്തൊരു ക്ലാസ്സിൽ കാണാം.